അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നാളായിട്ടുണ്ട് ഇപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ലോങ് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാവർക്കും എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ വന്ന സമയത്ത് ഭയങ്കര മഞ്ഞും ഒക്കെ ആയിരുന്നു, തണുപ്പൊക്കെ ആയിരുന്നു. വെതർ ഇപ്പോൾ വിൻ്റർ ആണല്ലോ. ഇന്ന് അറിയില്ല, നല്ലൊരു വെതർ പോലെ തോന്നിയപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാണ്. സത്യം പറഞ്ഞാൽ നല്ല ചൂടെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ തണുപ്പൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സാധാരണ ഉള്ള അത്ര തണുപ്പ് ഫീൽ ചെയ്യാത്ത കാരണം ഇറങ്ങാമെന്ന് വിചാരിച്ച്. വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ഇരിക്കുമ്പോൾ ബോറടിക്കണ പോലെയല്ലേ. പിന്നെ മാത്രമല്ല ആരോഗ്യം ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് നടക്കാമെന്ന്. ഇനിയിപ്പോൾ സ്നോ ഇനി അധികം ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. വിൻ്റർ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി സമ്മറായി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിഷയവുമില്ല, നമുക്ക് നടക്കാനും നല്ല കാലാവസ്ഥ ആയിരിക്കുമല്ലോ. പിന്നെ ചെടികളും പൂക്കളൊക്കെ എല്ലായിടത്തും വെച്ചിടുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമാണ്. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ കാണാൻ, എല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഒരു പറയാ മഴ പെയ്യും ഇതിൻ്റെ ഇടയിൽ, ഇതൊക്കെ ഈ ചെടികളൊക്കെ മുളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സമ്മർ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ഒരുപാടുണ്ടാവും. ആൾക്കാരെല്ലാവരും ചെടികൾ ഒക്കെ വന്നു തുടങ്ങിയെന്ന് പറയുന്നത് ഷോപ്പിലൊക്കെ. എനിക്കും ഇപ്രാവശ്യം ചെടികളും കുറച്ച് വെജിറ്റബിൾസൊക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. നോക്കി നോക്കണം. നല്ല സുഖമുള്ള ഒരു തണുപ്പ് കേട്ടോ. അത്യാവശ്യം തണുപ്പുണ്ട്, തീരില്ലാതൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നല്ല സുഖമുണ്ട്. പിന്നെ അത്യാവശ്യം കണ്ടോ വെയിലും ഉണ്ട് കേട്ടോ. ഫ്രോസൺ ലൈക്കാണ്, പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ വെതർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല വെതർ ആവാറുണ്ട്. അതിൻ്റെ പേരിൽ ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, എന്താ എനിക്ക് ക്ലിയർ ആവാത്ത പോലെ തോന്നുന്നു. പിന്നെ എൻ്റെ കണ്ണടയാണെങ്കിൽ ഡേ നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് കൂളിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഭയങ്കര ഒരു മങ്ങൽ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയാൽ അറിയാൻ പറ്റുള്ളൂ. ഇതാ കണ്ടോ വെള്ളമയക്കണേ. ഇപ്പോൾ ഐസൊക്കെ ഇങ്ങനെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ കാണുന്ന ഒരു അടയാളങ്ങൾ കണ്ടോ, അത് ഇവിടെ ഒരു ഡക്കിൻ്റെ ഒക്കെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു കനേഡിയൻ ഗൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ശരിക്കും കാണുമ്പോൾ ഏകദേശം ഡക്കൊക്കെ പോലെ തോന്നും. അവറ്റകൾ നടക്കണത് അത്. അപ്പോൾ നന്നായി അവർ നല്ല ഹൈറ്റിൽ പറക്കുകയും ചെയ്യും കേട്ടോ. ചില സമയത്തൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ. ഇപ്പോൾ ഇന്ന് കാണുന്നില്ല. അവർ ഈ ഇതിൻ്റെ മേലെ കൂടെ അങ്ങനെ നടന്നു പോകും. അതാണ് അടയാളമാണ് കാണുന്നത്. ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും നല്ല ഐസ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളടുത്തേക്ക് അത് കുറച്ച് ദൂരത്തേക്ക്. ഞാനിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. തിരിച്ചു വെച്ചാൽ വീട്ടിലേക്കല്ല, ഒന്നുകൂടെ ഒന്ന് നടക്കാമെന്നുണ്ടായിരുന്നു. കുറേ ആയിട്ടുണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ നടന്നിട്ട്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഞാനിവിടെ. അപ്പോൾ അവർക്ക് ഒരു കുഞ്ഞി പേരക്കുട്ടിയുള്ള കാരണം അവർക്ക് ഈ തണുപ്പത്തൊന്നും വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് പോയി. ഞാൻ കുറേ ആയിട്ട് നടന്നിട്ട് എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, തണുപ്പ് കാരണം കുറച്ച് പേടിയാണ്. വാദത്തിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുള്ള കാരണം എനിക്ക് കുറച്ച് പേടിയായ കാരണം ഞാൻ അങ്ങനെ നടക്കാറില്ല. അത്യാവശ്യം നല്ല വെതറാണെങ്കിൽ മാത്രമേ ഞാൻ നടക്കുള്ളൂ, അല്ലെങ്കിൽ നടക്കാറേ ഇല്ല. ഞാനവിടെ കാണിച്ചിരുന്ന ലേക്കിൻ്റെ ബാക്കി ഭാഗങ്ങളാട്ടോ അത്. ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ കണ്ടില്ലേ, ശരിക്കും ഐസ് പോലെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ താഴെ ഉണങ്ങി തേച്ച് കിടക്കുന്നതൊക്കെ കിളിർത്ത് വരും. പിന്നെ പൂക്കളും പൂക്കളൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടാവും. ഇക്കാലൊക്കെ കുട്ടികളൊക്കെ കൊണ്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലായതിൻ്റെ പേരിൽ ഈ സമയത്തല്ലേ ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിലൊക്കെ എല്ലാവരും വീട്ടിലേക്ക് തന്നെ ഇരിക്കുക. ജോലിക്ക് പോകുന്നവർ മാത്രം ജോലിക്ക് പോകും, അല്ലാത്തവരൊക്കെ വീട്ടിലിങ്ങനെ ഇരിക്കും. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ പിള്ളേരൊക്കെ വിളിക്കും. പക്ഷെ ചില സമയത്തൊക്കെ ഞാൻ പോകും, ചില സമയത്തൊന്നും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും പോകുമ്പോൾ. കാരണം ഞാൻ പോവില്ല, വീട്ടിൽ തന്നെ ഇരിക്കും. കാര്യം നമ്മൾ കാറിൽ ആ കയറണ വരെയുള്ള തണുപ്പ് നമ്മൾ സഹിച്ചാൽ മതി. അതുപോലെ തന്നെ അവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് പോകുമ്പോൾ കയറുമ്പോൾ വരെയുള്ള തണുപ്പൊക്കെ സഹിച്ചാൽ മതി. പക്ഷേ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഞാൻ ജസ്റ്റ് വഴികളൊക്കെ കാണിച്ചതാട്ടോ നടക്കണേൻ്റെ. സത്യം പറഞ്ഞാൽ എനിക്ക് സമ്മറാട്ടോ ഭയങ്കര ഇഷ്ടം. പൊതുവേ ഞാൻ ചെടികളുടെയും പൂക്കളുടെയും പ്രകൃതിയുടെ ഒക്കെ ഒരു സ്നേഹിയായതുകൊണ്ട് എനിക്ക് സമ്മർ ഇഷ്ടം. പിന്നെ ഇവിടെ കനേഡിയൻസ് ആണെങ്കിൽ നിറയെ ചെടികൾ വെക്കും വീടിൻ്റെ മുന്നിൽ. അവരുടെ ഒരു സമ്മർ കഴിയണ വരെ ഫുൾ കളർഫുള്ളായിരിക്കും ഇവിടെ. ഞാൻ ഒരു വർഷം വരെ മോളുടെ കൂടെ ഞാൻ
എസ്റ്റവൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഇതുപോലെ സമ്മറിൽ എല്ലാ ദിവസവും നടക്കാൻ പോകും. എനിക്കവിടെ കുറേ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ വീട്ടിലെ ചെടികളൊക്കെ കാണാൻ വേണ്ടി ഞാൻ എപ്പോഴും പോകും. എപ്പോഴും അവർ നല്ല ഭംഗിയിൽ കൊണ്ട് നടക്കും. ഇവിടെ സമ്മർ ആകുമ്പോൾ ഞാൻ നിങ്ങളെ ചെടികളും പൂക്കളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നല്ലൊരു വെതർ വരുമ്പോഴുണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. ഒന്ന് കാണാൻ തന്നെ ഒരു സന്തോഷമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൂടിക്കെട്ടി വല്ലാത്തൊരു കാലാവസ്ഥ ആയിരിക്കുമല്ലോ. ഇത് കാണുമ്പോൾ നല്ല സന്തോഷം നമുക്ക്. നടക്കണതിന് പുറമെ ഒരു വെളിച്ചവും അതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. കാണിച്ചാൽ കുറേ നാൾ ഇരുട്ടത്ത് പോലെയായിരുന്നു. ഇരുട്ടെന്നല്ല, ഒരു മങ്ങലായിരിക്കും എപ്പോഴും. ഇപ്പോൾ നല്ല രസമായില്ല, നല്ല നല്ല വെളിച്ചം. ഇത് ഇനിയിപ്പോൾ നാളെ ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അറിഞ്ഞൂടെ എന്താണെന്നുള്ളത്. ഇനി ഏതായാലും ഞാൻ തിരിച്ചു പോകാൻ നോക്കട്ടെ. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ സമ്മർ കുറവും വിൻ്റർ കൂടുതലാണെന്നുള്ള പോലെ എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അതിൻ്റെ ഒരു എത്ര വരെ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യണത്. ഇപ്പോൾ റോഡിലൊക്കെ ഈ ഐസൊക്കെ ഉരുകിയിട്ട് വെള്ളമൊക്കെ പോണതായിട്ട് കാണുന്നത്. വെള്ളമൊക്കെ ഒഴുകി തുടങ്ങി. ഇനി 2 ദിവസം നല്ല വെതറായി കഴിഞ്ഞാൽ മൊത്തം ഐസും ശരിക്കും പറഞ്ഞാൽ സ്നോയിലേക്കാളും ബുദ്ധിമുട്ടാണ്. ആ സ്നോ മാറി അത് ഐസിൻ്റെ സ്റ്റേജിലായിട്ട് പിന്നെയും ഒന്നുകൂടെ മെൽറ്റാവുന്ന സമയത്ത് നല്ലതായിട്ട് നമ്മൾ സ്ലിപ്പായി പോകും നടക്കുമ്പോൾ. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വരുന്നത് അങ്ങനെ തന്നെയാണ്. ഇവിടെ വണ്ടികളുടെ അപകടങ്ങളാണെങ്കിലും പിന്നെ നടന്നു പോകുമ്പോഴൊക്കെ നമ്മൾ സ്ലിപ്പായിട്ട് വീഴുകയും ചെയ്യും. ആ ഒരു ഇതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് തന്നെ നടക്കണം. ഇവിടെയൊക്കെ കണ്ടില്ലേ ഫുള്ള് ഉണങ്ങി നിൽക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ ഇല്ല, അത് എത്ര വിൻ്റർ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ഉണങ്ങിപ്പോവില്ല കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഗ്രീനായിട്ട് തന്നെ നിൽക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും എല്ലതും ഉണങ്ങി പോയിട്ട് പിന്നെ സമ്മർ വരുമ്പോൾ അതെല്ലാം കിളിർത്ത് വരിക ചെയ്യുക. ഞാൻ തിരിച്ച് റിട്ടേൺ നടക്കുക. എനിക്ക് കുറേ ദിവസം വീട്ടിലിരുന്നിട്ടേ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് കിതക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നല്ലോണം ആൾക്കാരുണ്ടാവും. ഇപ്പോൾ കുറേ പേരൊക്കെ ജോലിയിലായിരിക്കുമല്ലോ. ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകാൻ എനിക്ക് തണുപ്പിൻ്റെ അല്ല കേട്ടോ, തണുപ്പ് അധികമില്ല, പക്ഷേ കിതച്ച് തുടങ്ങണം. കുറേ ആയി നടന്നിട്ട്. അത് പൊതുവേ ഉണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കിതപ്പ്. അപ്പോൾ അതിൻ്റെ വില. അപ്പോൾ ഇനിയും ഞാൻ വേറെ വീഡിയോസൊക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും ഇത്രയും നാൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിയെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പേരെ കൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ അറിയുന്ന ആൾക്കാരെ കൊണ്ടും റിലേറ്റീവ്സിനെ കൊണ്ടും ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ സ്നോ ഉരുകി ഐസ് ആയി അത് ഉരുകിക്കൊണ്ടിരിക്കണം കേട്ടോ. ഈ ചളി പോലെ കാണുന്നതൊക്കെ അതാ ഐസ് ഇങ്ങനെ മെൽറ്റാകുമ്പോൾ വരുന്നത്, ഇങ്ങനെ ചളി പോലെ. ഇതിലിപ്പോൾ നമ്മൾ സ്ലിപ്പാവാനുള്ളൊരു കണ്ടീഷൻ ഇപ്പോൾ ഇല്ല. അതല്ലാന്നുണ്ടെങ്കിൽ നന്നായി ഇങ്ങനെ സ്ലിപ്പാവുന്ന കണ്ടീഷൻ കാണും. ഞാനത് അതിൻ്റെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. കണ്ടില്ലേ, ഇവിടെ എല്ലായിടത്തും കണ്ടാ വെള്ളം വന്നേക്കണ കണ്ടില്ലേ, എല്ലാം മെൽറ്റായി തുടങ്ങിയിട്ട്. ഇപ്പോൾ 2 ദിവസം മുന്നേ ഇതെല്ലാം പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും മിനിയാന്ന് ഫുള്ള് വീണ്ടും സ്നോ പെയ്തപ്പോൾ ഈ വഴിയൊക്കെ ഫുള്ള് സ്നോ ആയിരുന്നു. വഴി മാത്രമല്ല, ഈ മൊത്തത്തിൽ സ്നോ ആയിരുന്നു. ഇത് കാണാൻ നല്ല രസമായിരുന്നു, ഫുള്ള് ഇങ്ങനെ വെള്ളമായിട്ടേ. ഇപ്പോൾ അതൊക്കെ വീണ്ടും മെൽറ്റായി. കണ്ടില്ലേ, ഇവിടെ റോട്ടിൽ കൂടെയാണ് ഇങ്ങനെ വണ്ടികളൊക്കെ പോകുക. അപ്പം നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്നും നടക്കണ്ട. നമുക്ക് നടക്കാനായിട്ട് ഇങ്ങനെ 2 സൈഡിലും, റോഡിൻ്റെ 2 സൈഡിലും ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നടക്കാൻ പോകാനൊക്കെ നല്ല സുഖമാണ്. ഇങ്ങനെ നടന്നാൽ മതി. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒക്കെ ഉണങ്ങി നിൽക്കുക. എല്ലാം ഇനി കാണാം, ഒരാഴ്ച ആകുമ്പോഴത്തേനും കാണാം. ഈ സമ്മർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മഴയൊക്കെ പെയ്താൽ പിന്നെ പെട്ടെന്ന് എങ്ങനെ എത്ര പെട്ടെന്ന് അത് പൊടിച്ച് വരുന്നെന്നും ഫുള്ള് എല്ലാം ഒന്നും മനസ്സിലാവില്ല. അത്രയും പെട്ടെന്ന് ഫുള്ളാവും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. പിന്നെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.